സുഹൃത്തുക്കളെ, നമ്മൾ നിത്യജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളിലും ഗൂഗിൾ ജെമിനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അത്തരത്തിൽ ഞാൻ നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു എന്റെ ഗ്രാസ് കട്ടിംഗ് മെഷീൻ ബൈക്കിൽ കൊണ്ടുപോവുക എന്നത്. എന്റെ ബുദ്ധിമുട്ട് ഞാൻ ജെമിനിയോട് പറഞ്ഞപ്പോൾ ജെമിനി എനിക്ക് നല്ലൊരു ലഗേജ് കാരിയർ നിർദ്ദേശിച്ചു തന്നു. അപ്പോ നേരെ പോവല്ലേ ജെമിനിയിലോട്ട്. ഗ്രാസ് കട്ടിംഗ് മെഷീൻ ബൈക്കിൽ കൊണ്ടുപോകുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് അതിന്റെ നീളവും ഭാരവും കാരണം. സുരക്ഷിതമായി ഇത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ വഴികൾ താഴെ പറയുന്നവയാണ്. 1. കസ്റ്റം മെയ്ഡ് സൈഡ് കാരിയർ. ബൈക്കിന്റെ ഒരു വശത്ത്, സാധാരണയായി ഇടതുവശത്ത്, മെഷീൻ വെക്കാൻ പാകത്തിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഒരു ഹോൾഡർ നിർമ്മിച്ചെടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. ഡിസൈൻ: മെഷീന്റെ എഞ്ചിൻ ഭാഗം ഇരിക്കാൻ ഒരു ചെറിയ പ്ലാറ്റ്ഫോമും ലോങ് ഹാൻഡിൽ ഷാഫ്റ്റ് ഉറപ്പിച്ചു നിർത്താൻ ഒരു നീളൻ പൈപ്പും അല്ലെങ്കിൽ ഹുക്കുകളും വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ശ്രദ്ധിക്കാൻ: ഇത് ക്രാഷ് ഗാർഡിലും സാരി ഗാർഡ് ബോൾട്ടിലും ഉറപ്പിക്കാൻ ശ്രദ്ധിക്കണം. മെഷീന്റെ നീളം ബൈക്കിന് പുറകിലേക്ക് അധികം തള്ളി നിൽക്കാത്ത രീതിയിൽ ക്രമീകരിക്കണം. 2. ഫോൾഡബിൾ ഷാഫ്റ്റ് മെഷീനുകൾ. സ്പ്ലിറ്റ് ഷാഫ്റ്റ്. നിങ്ങളുടെ മെഷീൻ സ്പ്ലിറ്റ് ഷാഫ്റ്റ് മോഡലാണെങ്കിൽ അത് നടുവേ ഊരി മാറ്റാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ മെഷീൻ 2 കഷണങ്ങളാക്കി ഒരു ബാഗിൽ വെച്ച് പുറകിൽ കെട്ടിവെക്കാം. നിങ്ങളുടെ മെഷീൻ സാധാരണ മോഡലാണെങ്കിൽ അത്യാവശ്യമെങ്കിൽ ഒരു മെക്കാനിക്കിനെ കാണിച്ച് അതിനെ ഒരു സ്പ്ലിറ്റ് ഷാഫ്റ്റാക്കി മാറ്റാൻ കഴിയുമോ എന്ന് നോക്കാവുന്നതാണ്. ചില മോഡലുകളിൽ ഇത് സാധ്യമാണ്. 3. റെഡിമെയ്ഡ് അറ്റാച്ച്മെന്റുകൾ. കടകളിൽ പ്രത്യേകമായി ഗ്രാസ് കട്ടിംഗ് മെഷീന് മാത്രമായി ഫിറ്റിംഗ്സ് കുറവാണ്. എന്നാൽ ലാഡർ റാക്സ് അല്ലെങ്കിൽ ഫിഷിംഗ് റോഡ് ഹോൾഡേഴ്സ് എന്നിവ ബൈക്കിൽ പിടിപ്പിക്കുന്നത് പോലെ PVC പൈപ്പുകൾ ഉപയോഗിച്ചോ മറ്റോ നിങ്ങൾക്കൊരു DIY ഹോൾഡർ നിർമ്മിക്കാം. വലിയ വ്യാസമുള്ള, ഉദാഹരണത്തിന് 4 ഇഞ്ച്, ഒരു PVC പൈപ്പ് ബൈക്കിന്റെ വശത്ത് ഉറപ്പിച്ച് അതിനുള്ളിലേക്ക് മെഷീന്റെ ഷാഫ്റ്റ് ഇറക്കി വയ്ക്കുന്നത് മെഷീൻ ആടാതെ ഇരിക്കാൻ സഹായിക്കും. 4. ശ്രദ്ധിക്കേണ്ട സുരക്ഷാ കാര്യങ്ങൾ. എഞ്ചിൻ പൊസിഷൻ. പെട്രോൾ ഒഴുകിപ്പോകാതിരിക്കാൻ എഞ്ചിൻ ഭാഗം എപ്പോഴും മുകളിലോ അല്ലെങ്കിൽ കൃത്യമായ നിരപ്പിലോ വരാൻ ശ്രദ്ധിക്കണം. ബാലൻസ്. മെഷീൻ വശത്തേക്ക് തള്ളി നിൽക്കുന്നത് കാരണം ബൈക്കിന്റെ ബാലൻസ് മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ വേഗത കുറച്ചുമാത്രം ഓടിക്കുക. നിയമവശം. ബൈക്കിന് പുറത്തേക്ക് സാധനങ്ങൾ തള്ളി നിൽക്കുന്നത് ട്രാഫിക് നിയമലംഘനമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ മെഷീന്റെ അഗ്രഭാഗത്ത് ഒരു ചുവന്ന തുണി കെട്ടുന്നത് മറ്റു വാഹനയാത്രക്കാർക്ക് തിരിച്ചറിയാൻ സഹായിക്കും. ലോക്കൽ വെൽഡിംഗ് ഷോപ്പിൽ പോയി ബൈക്കിന്റെ ബോഡിക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ ഒരു ഡിറ്റാച്ചബിൾ ഹോൾഡർ നിർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. വഴിയിൽ വെച്ച് ഊരി മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണെങ്കിൽ ആവശ്യമില്ലാത്തപ്പോൾ അത് അഴിച്ചുവെക്കുകയും ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഗ്രാസ് കട്ടിംഗ് മെഷീൻ ബ്രഷ് കട്ടർ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഡിറ്റാച്ചബിൾ സൈഡ് ഹോൾഡറിന്റെ കൃത്യമായ രൂപം ഈ ചിത്രത്തിൽ കാണാം. മുമ്പത്തെ ചിത്രത്തിൽ നൽകിയ വിവരണം വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയിരിക്കുമെന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. പ്രധാന ഭാഗങ്ങൾ. കോമ്പോണന്റ്സ്. ചിത്രത്തിൽ നീലനിറത്തിൽ കാണിച്ചിരിക്കുന്ന നീളമുള്ള ഇരുമ്പ് പൈപ്പ് ഫ്രെയിം. മൗണ്ടിംഗ് ബ്രാക്കറ്റ്സ്. ഇത് ബൈക്കിലെ സാരി ഗാർഡ് പോയിന്റിലും പിൻഭാഗത്തും ബോൾട്ട് ഉപയോഗിച്ച് ഉറപ്പിക്കുന്നതിനുള്ള പ്ലേറ്റുകളാണ്. മുകളിൽ കാണുന്ന U ആകൃതിയിലുള്ള ഭാഗം. 3. എഞ്ചിൻ ഹോൾഡർ, എഞ്ചിൻ ക്രാഡൽ. മുൻവശത്തായി കാണുന്ന അല്പം വലിയ U ആകൃതിയിലുള്ള പ്ലാറ്റ്ഫോം. ഇവിടെയാണ് ഗ്രാസ് കട്ടിംഗ് മെഷീന്റെ ഭാരമേറിയ എഞ്ചിൻ ഭാഗം ഇരിക്കുന്നത്. 4. ഷാഫ്റ്റ് സപ്പോർട്ട്. പിൻവശത്തുള്ള ചെറിയ U പ്ലേറ്റ്. ഇത് നീളമുള്ള ഷാഫ്റ്റ് ദണ്ട് താങ്ങി നിർത്തുന്നു. 5. സുരക്ഷാ സ്ട്രാപ്പുകൾ. എഞ്ചിൻ ഭാഗത്തും ഷാഫ്റ്റിലും കാണിച്ചിരിക്കുന്ന ചുവന്ന റബ്ബർ സ്ട്രാപ്പുകൾ നിങ്ങൾക്ക് ബാഞ്ചി കോഡുകൾ ഉപയോഗിക്കാം. ഇത് മെഷീൻ വെച്ച ശേഷം പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ. അളവുകൾ. നിങ്ങളുടെ ഗ്രാസ് കട്ടിംഗ് മെഷീന്റെ എഞ്ചിൻ വലുപ്പത്തിനനുസരിച്ച് എഞ്ചിൻ ക്രാഡലിന്റെ വീതിയും ഷാഫ്റ്റിന്റെ നീളത്തിനനുസരിച്ച് ഫ്രെയിമിന്റെ നീളവും ക്രമീകരിക്കണം. മെറ്റീരിയൽ കാരിയറിന് നല്ല ഉറപ്പ് ലഭിക്കാൻ GI പൈപ്പോ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പോ ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് നിർമ്മിക്കുക. ഡിറ്റാച്ചബിൾ. ചിത്രത്തിൽ കാണുന്നതുപോലെ ബൈക്കിന്റെ സാരി ഗാർഡ് ഇരിക്കുന്ന ഭാഗത്ത് ബോൾട്ടുകൾ ഉപയോഗിച്ചുറപ്പിച്ചാൽ ആവശ്യമില്ലാത്തപ്പോൾ എളുപ്പത്തിൽ ഊരിമാറ്റാം.